നമസ്കാരം. മഹാഭാരതം നമ്മൾ കഥ പറയാൻ തുടങ്ങിയല്ലേ. കഴിഞ്ഞ ദിവസം മഹാഭാരത പ്രാധാന്യത്തെക്കുറിച്ചും അത് വായിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ആവശ്യകതകളെക്കുറിച്ചും പിന്നെ വേദവ്യാസൻ്റെ ജനനത്തെക്കുറിച്ച് ദ്വൈപായനൻ എന്ന പേര് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്നത്, പിന്നെ വ്യാസൻ 5ാം വേദമായി മഹാഭാരതം എഴുതിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അടുത്തതായി ഇക്ഷ്വാകു വംശത്തിലെ മഹാഭിഷകൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അശ്വമേധം മുതലായ സൽകൃത്യങ്ങൾ കൊണ്ട് അദ്ദേഹം സ്വർഗം പോയി ഇന്ദ്രനെ സഖാവാക്കിയിട്ടുണ്ട്, സുഹൃത്താക്കിയിട്ടുണ്ട്. ഒരിക്കൽ ദേവന്മാരും മഹർഷികളോടൊക്കെ കൂടി അദ്ദേഹം ബ്രഹ്മാവിനെ ഉപാസിക്കുകയായിരുന്നു. അപ്പോൾ മനോമോഹിനിയായ ഗംഗാദേവിയും ബ്രഹ്മസന്നിധിയിലെത്തി. അവളുടെ നേർത്ത വസ്ത്രം കാറ്റിൽ പറന്നു പോയപ്പോൾ ഗംഗാദേവി നഗ്നയായി തീർന്നു. ആ നഗ്നത കാണാതിരിക്കാൻ ദേവന്മാരും മഹർഷിമാരും ഒക്കെ തല താഴ്ത്തി. എങ്കിലും നഗ്നയായ ഗംഗാദേവിയെ മഹാഭിഷകൻ നോക്കി നിന്നു. അത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. മഹാഭിഷകനെ ശപിച്ചു. അദ്ദേഹം മനുഷ്യനായി വീണ്ടും ജനിക്കുമെന്നും അനിഷ്ടമായി പെരുമാറാതിരിക്കുന്നതുവരെ ഗംഗാദേവി ഭാര്യയായിരിക്കുമെന്നും കോപമുണ്ടാകുമ്പോൾ ശാപമുക്തനാകുമെന്നുമായിരുന്നു ശാപമോക്ഷം കൂടിയാണ് ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ശാപം ഏൽക്കേണ്ടി വന്നപ്പോൾ മഹാഭിഷകന് ദുഃഖം തോന്നി. അതനുഭവിക്കുക തന്നെ വേണമല്ലോ. എങ്കിലും മനുഷ്യനായി വീണ്ടും ജനിക്കുമ്പോൾ അത് പ്രദീപ മഹാരാജാവിൻ്റെ പുത്രനായിട്ടാകണേ എന്ന് മനസ്സുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു. ഗംഗാദേവി ബ്രഹ്മസന്നിധിയിൽ നിന്ന് തിരികെ പോയി. മാർഗമധ്യേ ദേവി വസുക്കളെ കണ്ടു. അഷ്ടവസുക്കളുണ്ടല്ലോ. അഷ്ടവസുക്കളും ശാപമേറ്റ് ദുഃഖിച്ചിരിക്കുകയാണെന്ന് ദേവി മനസ്സിലാക്കി. അവരെല്ലാവരും മനുഷ്യജന്മം എടുക്കട്ടെ എന്ന് വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചിട്ടുണ്ടായിരുന്നു. മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ ദ്യോവെന്ന വസുവിൻ്റെ പത്നിയുടെ പ്രേരണയ്ക്ക് വിധേയരായിട്ട് അവരെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയൊരു കഥയുണ്ട്. അതായിരുന്നു പശുവിനെ മഹർഷിയുടെ വസിഷ്ഠമുനിയുടെ സമ്മതമില്ലാതെ പിടിച്ചുകൊണ്ട് പോയതായിരുന്നു ശാപത്തിന് കാരണമായത്. അപ്പോൾ ശാപം നൽകിയ ശേഷം അവരെ ആശ്രമത്തിലെത്തി മുനിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസാദം അവർക്ക് ലഭിച്ചില്ല. മഹർഷി സന്തോഷിച്ചില്ല. എന്നാലും മഹർഷി പറഞ്ഞു, ശാപം പിൻവലിക്കാനൊന്നും എനിക്ക് കഴിയില്ല, എന്നാലും ഒരാണ്ടുകൊണ്ട് നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. പ്രദീപ മഹാരാജാവിൻ്റെ മകൻ ശന്തനു തങ്ങളുടെ പിതാവാകണമെന്നാണ് ആഗ്രഹമെന്ന് ഗംഗാദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞു. ഈ വസുക്കൾ അവർ തുടർന്ന് അപേക്ഷിക്കുകയാണ്, ഗംഗേ, ഭവതി ഞങ്ങളുടെ അമ്മയാകുക. തനിക്കത് സമ്മതമാണെന്ന് ഗംഗ പറഞ്ഞപ്പോൾ വസുക്കൾ വീണ്ടും അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ശാപമോക്ഷം കിട്ടാൻ വേണ്ടി ജനിച്ച ഉടൻ തന്നെ ഞങ്ങളെ വെള്ളത്തിലേക്ക് എറിഞ്ഞങ്ങ് കൊല്ലണം. അതായത് മനുഷ്യനായിട്ട് ജനിക്കണം എന്നല്ലേ ഉള്ളൂ. മരണത്തോട് കൂടിയിട്ട് ആ ജന്മം അങ്ങ് പോകുമല്ലോ. അപ്പോൾ അവർ ജനിച്ച ഉടനെ തന്നെ ദേവന്മാർക്കും വസുക്കൾക്കൊക്കെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണല്ലോ. അത് എത്ര വലിയ സമ്പത്തുള്ള വീട്ടിലായാലും സൗകര്യങ്ങളുള്ള വീട്ടിലായാലും മനുഷ്യജന്മം ദേവന്മാരെ അപേക്ഷിച്ച് അതൊരു ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ആ ജന്മം ഇഷ്ടമല്ല. ഇത് കേട്ടപ്പോൾ ഗംഗാദേവി ചിന്തിച്ചു, 8 മക്കളിൽ ഒരാളെയെങ്കിലും ശന്തനുവിന് കൊടുക്കണ്ടേ. അക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അഷ്ടവസുക്കൾ വസിഷ്ഠ മഹർഷിയുടെ ശാപവാക്കുകൾ ഓർത്തു. ആര് നിമിത്തമാണോ തങ്ങൾ ശാപത്തിന് പാത്രമായത് ആ ദ്യോവ് മാത്രം മനുഷ്യലോകത്തിലെ വളരെ കാലം താമസിക്കുമെന്നായിരുന്നു ശാപം. തങ്ങൾക്കാർക്കും സന്താനങ്ങളുണ്ടാവില്ല. ദ്യോവ് സർവധർമ്മങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്നവനായി തീരുമെന്നും മനുഷ്യലോകത്തിലെ പിതാവിന് ഹിതം ചെയ്യാൻ അവൻ സ്ത്രീഭോഗം ഉപേക്ഷിക്കുമെന്നും പറഞ്ഞു. സ്ത്രീ പ്രേരണയ്ക്ക് വിധേയനായി ദ്യോവ് അധർമ്മം ചെയ്യുകയാൽ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണല്ലോ ചെയ്തത്. അപ്പം അതുകൊണ്ട് മനുഷ്യലോകത്തിൽ സ്ത്രീ സുഖവർജിതനായിരിക്കുകയും ചെയ്യും. വിവാഹമൊന്നും കഴിക്കാതെ സ്ത്രീ സുഖം അറിയാതെ ഉള്ള ജന്മമായിരിക്കും എന്നർത്ഥം. മഹർഷിയുടെ ശാപവാക്കുകൾ ഓർമ്മ വന്ന വസുക്കൾ ഗംഗാദേവിയുടെ ആഗ്രഹത്തോട് അനുകൂലിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളിൽ ഓരോരുത്തരും 8 ഭാഗം വീര്യം ആ 8ാമത്തെ സന്താനത്തിന് നൽകാം.
അങ്ങനെ ധാരണയായിട്ട് അവർ പിരിയുകയാണ് ഉണ്ടായത്. പ്രദീപ മഹാരാജാവ് ഗംഗാതടത്തിൽ തപസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ മനോമോഹിനിയായ ഗംഗാദേവി ജലത്തിൽ നിന്ന് ഉയർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വലത്തെ തുടയിലിരുന്നു. അവൾ പ്രേമാഭ്യർത്ഥന നടത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, അന്യ സ്ത്രീയോടുകൂടിയും അന്യ ജാതിയിൽപ്പെട്ടവളോടുകൂടിയും ആയിട്ട് ഞാൻ സംഗമിക്കില്ല. അവൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹം തുടർന്നു, ഇടത്തെ തുടയിലാണ് ഭാര്യയ്ക്കുള്ള സ്ഥാനം, വലത്തെ തുട മക്കൾക്കും സ്നുഷകൾക്കുള്ളതാണ്. നിന്നെ ഞാൻ എൻ്റെ മകന് വേണ്ടി സ്വീകരിക്കാം, അതായത് മകൻ്റെ ഭാര്യ. ഗംഗാദേവി സമ്മതിച്ച് അന്തർധാനം ചെയ്തു. പിന്നീട് രാജാവും പത്നിയും പുത്രലബ്ധിക്ക് വേണ്ടി തപസ് ചെയ്തു. മഹാഭിഷകൻ അവർക്ക് പുത്രനായിട്ട് ജനിച്ചു. ശന്തനു എന്ന പേരിലാണ് ആ പുത്രൻ അറിയപ്പെട്ടത് കേട്ടോ. ശന്തനു വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ പ്രദീപ മഹാരാജാവ് രാജമകനെ ഏൽപ്പിച്ച തപസ്സിന് കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം മകനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, മുമ്പൊരിക്കൽ ഒരു ദിവ്യ യുവതി എനിക്ക് അരികിൽ വന്നിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ അവളെ സ്വീകരിച്ചു, അവൾ വീണ്ടും അരികിൽ വന്ന ഭാര്യയായിട്ട് സ്വീകരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശന്തനു സമ്മതിച്ചു. പ്രദീപ മഹാരാജാവ് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരിക്കൽ ഗംഗാതടത്തിലെത്തിയ ശന്തനുവിന് മുമ്പിൽ ആ സർവാംഗ സുന്ദരി പ്രത്യക്ഷപ്പെട്ടു. ശന്തനു അവളെ കണ്ട് അതിയായി മോഹിച്ചു. തൻ്റെ പത്നിയായിരിക്കാൻ അദ്ദേഹം അവളോട് അഭ്യർത്ഥിച്ചു. ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് തനിക്കത് സമ്മതമാണെന്ന് അവളപ്പോൾ പറഞ്ഞു. അപ്പോൾ വ്യവസ്ഥ എന്താണെന്ന് രാജാവ് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ എന്ത് ചെയ്താലും എന്നെ തടയരുത്, എന്നോടൊരിക്കലും കടുത്ത വാക്കുകൾ പറയരുത്, ഇവ സമ്മതമാണെങ്കിൽ ഞാൻ ഭാര്യയാകാം, മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയെ ഉടൻ ഉപേക്ഷിക്കും. അവൾ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയി ഈ സ്ത്രീയെ. ആരാണ്? ശന്തനു മഹാരാജാവേ. അങ്ങനെ അവൾ രാജപത്നി ആവുകയും ചെയ്തു. ശന്തനു മഹാരാജാവിന് അവളിൽ 7 കുമാരന്മാർ ജനിച്ചു. എന്നാൽ പ്രസവിച്ച ഉടൻ എന്താ ചെയ്തത്? അവൾ തന്നെ ഓരോ കുട്ടിയെയും ഗംഗയിലേക്ക് എറിയുകയായിരുന്നു. ഇത് കണ്ട് രാജാവ് വല്ലാതെ ദുഃഖാർത്തനായി. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുതെന്നല്ലേ കരാറ്. അങ്ങനെ അവളുമായിട്ടുണ്ടായിരുന്ന ആ വ്യവസ്ഥ അദ്ദേഹത്തെ ആ ചോദിക്കുന്നതിൽ നിന്നൊക്കെ തടഞ്ഞു. എങ്കിലും 8ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ വ്യവസ്ഥകളൊന്നും അദ്ദേഹം കണക്കൂട്ടിയില്ല. അത് മറികടക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 7 പ്രസവത്തിലുണ്ടായ കുഞ്ഞുങ്ങളെയും നീ ഗംഗയിലേക്ക് എറിഞ്ഞു കൊന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ഇവനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവനെ എനിക്ക് വേണം. ഒരു പുത്രന് വേണ്ടി ദാഹിക്കുന്ന രാജാവിൻ്റെ ദുഃഖത്താൽ അവൾ ആർദ്രചിത്തയായി. എന്ന് വെച്ചാൽ വളരെ വിഷമം തോന്നി ഈ സ്ത്രീക്ക്. അവർ പറഞ്ഞു, അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനിവനെ കൊല്ലുന്നില്ല, പക്ഷേ വ്യവസ്ഥകൾ ഓർമ്മയുണ്ടല്ലോ, ആ വ്യവസ്ഥകൾ അനുസരിച്ച് എൻ്റെ ഇവിടുത്തെ വാസം അവസാനിക്കുകയാണ്. അങ്ങ് എന്നെ ഒരു കാര്യത്തിൽ നിന്നും തടയാൻ പാടില്ല, തടഞ്ഞു കഴിഞ്ഞ് ഞാൻ പോകുമെന്നല്ലേ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വാസം അവസാനിപ്പിച്ച് പോവുകയാണ്. അങ്ങനെ അവൾ തന്നെ വേർപിരിഞ്ഞ് പോകുകയാണെന്ന് കേട്ടപ്പോൾ വളരെ ദുഃഖമായി രാജാവിന്. അപ്പോൾ എല്ലാ ശാപവൃത്താന്തങ്ങളും അവൾ പറയുകയാണ്. എന്താണ്? ആ സ്ത്രീ ആരാ? ഗംഗാദേവിയാണ്. ഈ കുട്ടി മാത്രം മുനീന്ദ്രൻ്റെ ശാപം നിമിത്തം മനുഷ്യലോകത്തിൽ വളരെ കാലം വാഴും. ഇവൻ ഗംഗേയൻ, ദേവവ്രതൻ എന്നീ പേരുകളിൽ അറിയപ്പെടും. ആ കുട്ടിയെയും കൊണ്ട് ഗംഗാദേവി അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഗംഗാനദിയിൽ ആ കുട്ടിയും കൊണ്ടാണ് അന്തർധാനം ചെയ്തത്. ദുഃഖിതനായ ശന്തനു മഹാരാജാവിനെ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമില്ലാതായി. അദ്ദേഹം 32 കൊല്ലം കാട്ടിൽ തനിയെ സഞ്ചരിച്ചു. വേട്ടയാടിക്കൊണ്ട് ഒരു ദിവസം ഗംഗാതീരത്തിലെത്തിയപ്പോൾ ഗംഗയിൽ വെള്ളം വളരെ കുറഞ്ഞിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഇതിപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു ചെന്ന രാജാവ് എന്താ കണ്ടത്? തൻ്റെ ദിവ്യ അസ്ത്രങ്ങൾ കൊണ്ട് ഗംഗയെ തടഞ്ഞിരിക്കുന്ന ഒരു ദിവ്യ ബാലനെയാണ്. ഒരു ആൺകുട്ടി, കൊച്ചുകുട്ടി. കൈക്കുഞ്ഞായിരുന്നപ്പോൾ മാത്രം കണ്ടിട്ടുള്ള തൻ്റെ പുത്രനെ രാജാവ് തിരിച്ചറിഞ്ഞില്ല. മായ കൊണ്ട് അച്ഛനിൽ മോഹം ജനിപ്പിക്കുകയും അവൻ പെട്ടെന്ന് മായുകയും ചെയ്തു. അപ്പോൾ അവൻ തൻ്റെ പുത്രനാണോ എന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നി.
അവനെ കാണിച്ചു തരണേ എന്ന് രാജാവ് ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ പ്രാർത്ഥന കേട്ട ഗംഗാദേവി മകനെയും കൂട്ടി രാജാവിന് മുമ്പിൽ ചെന്നു. ഭവാൻ സംശയിക്കേണ്ട, സകല ദിവ്യ അസ്ത്രങ്ങളും പഠിച്ച ഈ കുമാരൻ അങ്ങയുടെ പുത്രൻ തന്നെയാണ്. ഇവനെ ഏറ്റെടുത്താലും. ഇത് കേട്ടപ്പോൾ രാജാവ് സന്തോഷിച്ചു. പുത്രനെയും കൊണ്ട് ശന്തനു മഹാരാജാവ് ഹസ്തിനപുരിയിലേക്ക് പോയി. രാജാവ് ഗാംഗേയൻ എന്ന യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. നാട്ടുകാർക്കും അച്ഛനും രാഷ്ട്രത്തിനും ഗാംഗേയൻ വളരെ ഇഷ്ടപ്പെട്ടവനായി കേട്ടോ. അങ്ങനെ പുത്രനും ഒത്ത് സന്തോഷത്തോടെ ശന്തനു താമസിച്ചുകൊണ്ടിരിക്കെ 4 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം യമുനാ സമീപത്തുള്ള കാട്ടിൽ രാജാവ് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ദിവ്യമായിട്ടുള്ള ഒരു സൗരഭ്യം, ഫ്രാഗ്രൻസ് കാറ്റിലിങ്ങനെ പറന്ന് വരികയാണ്. രാജാവ് ആ സുഗന്ധം ആസ്വദിച്ച് അതെവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അറിയാൻ ചുറ്റി നടന്നു നോക്കി. അപ്പോൾ ദേവനാരി പോലെ ഒരു ദാശകന്യകയെ അദ്ദേഹം കാണുകയാണ്. രാജ്യത്തിലെ കന്യക. രാജാവ് അവൾക്ക് അരികിലേക്ക് സാവധാനം ചെന്ന് അവൾ ആരാണെന്നും എന്താണെന്നും എന്താ ചെയ്യണമെന്നൊക്കെ അങ്ങനെ ചോദിക്കുക. അവൾ പരിഭ്രമിച്ചിട്ട് വിനയത്തോടു കൂടി അറിയിച്ചു, ഈ നാട്ടിലെ മുക്കുവത്തലവൻ്റെ മകളായ മുക്കുവപ്പെണ്ണാണ് ഞാൻ. അച്ഛൻ കൽപ്പിച്ചതുപോലെ ഞാനിവിടെ ധർമ്മമായി തോണി കടത്തുന്നു. അസാധാരണമായ സൗരഭ്യമാണ് അവളിൽ പൊഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കഥ കേട്ടവർക്ക് അറിയാലേ, ഈ സൗരഭ്യം ഒരു ആൾക്ക് കിട്ടിയത് പരാശരമുനി അനുഗ്രഹിച്ച് നൽകി ഗന്ധവതിയായി എന്നൊക്കെ അറിയാം. അപ്പോൾ അത് തന്നെയാണ് സത്യവതി ഗന്ധവതിയായ കാര്യം അറിയുന്നവർക്ക് ഇതും അറിയാൻ പറ്റും. അപ്പോൾ അവളുടെ സൗരഭ്യം പോലെ തന്നെയാണ് സൗന്ദര്യം. ദിവ്യമായിരുന്നു. മധുരമായ ഭാഷണവും ആകർഷകമായ വിനയവും ഒക്കെ സമ്മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈ സ്ത്രീയുടെ. ആ ദാശബാലികയിൽ, ആ ദാശസ്ത്രീയിൽ ശന്തനു കാമമോഹിതനായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഗംഗാദേവി പോയതിന് ശേഷം അദ്ദേഹം ഒരുപാട് വർഷം സ്ത്രീ വിഷയത്തിലൊന്നും താല്പര്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ മകൻ വന്നതിന് 4 വർഷത്തിന് ശേഷമാണ് ഒരു സ്ത്രീയിൽ മോഹം ഉദിക്കുന്നത് ശന്തനു മഹാരാജാവ്. തൻ്റെ മോഹത്തിന് കടിഞ്ഞാണിടാൻ കഴിയാതെ രാജാവ് അവളുടെ വീട്ടിലേക്ക് നടന്നു. അവളുടെ പിതാവിനോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഇത് കേട്ടപ്പോൾ മുക്കുവ പ്രധാനി ആദരപൂർവ്വം പറഞ്ഞു, അവളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് അങ്ങ് ഒരു ശപഥം ചെയ്യണം. എന്താണ് ശപഥം എന്ന് രാജാവ് ചോദിച്ചപ്പോൾ മുക്കുവ പ്രധാനി പറഞ്ഞു, ഇവളിലുണ്ടാകുന്ന മകനെ അങ്ങ് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആ നിബന്ധനയ്ക്ക് വഴങ്ങാൻ രാജാവിന് പറ്റുമോ? രാജാവ് തയ്യാറായില്ല. അവളിൽ അതിയായ അഭിനിവേശമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ നിബന്ധനയ്ക്ക് വഴങ്ങാതെ അദ്ദേഹം മടങ്ങിപ്പോന്നു. മ്ലാനഭാവത്തോടെ അദ്ദേഹം കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ദുഃഖത്തിന് കാരണം എന്തെന്ന് ദേവവ്രതൻ അച്ഛനോട് തന്നെ അന്വേഷിച്ചു. ദേവവ്രതൻ ഒഴികെ കുലത്തിൽ മറ്റ് സന്തതികൾ ആരും ഇല്ലാത്തതാണ് തൻ്റെ ദുഃഖ കാരണമെന്ന് രാജാവ് പറഞ്ഞു. ചില സ്ഥലത്ത് രാജാവല്ല, മന്ത്രിയാണ് ഇത് ദേവവ്രതനോട് പറയുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ദേവവ്രതൻ അത് അറിഞ്ഞു. ദേവവ്രതന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഉടനെ തന്നെ പോയി അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനും വൃദ്ധനുമായ മന്ത്രിമുഖ്യനെ കണ്ട് അച്ഛൻ്റെ ദുഃഖകാരണം എന്താണെന്ന് ആരാഞ്ഞു. അദ്ദേഹം കാര്യമെല്ലാം വ്യക്തമായിട്ട് ദേവവ്രതനോട് പറഞ്ഞു. അച്ഛൻ്റെ അറിവ് കൂടാതെ ദേവവ്രതൻ ഉടൻ തന്നെ ആ മുക്കുവ പ്രധാനിയെ പോയി കാണുകയാണ്. എന്നിട്ട് അച്ഛന് വേണ്ടി വിവാഹാഭ്യർത്ഥന നടത്തി. മുക്കുവ പ്രധാനി തൻ്റെ നിബന്ധനകൾ ആവർത്തിച്ചപ്പോൾ ദേവവ്രതൻ ശപഥം ചെയ്തു, ഞാൻ രാജ്യം ഉപേക്ഷിക്കുന്നു. ഈ കന്യകയിൽ അച്ഛനുണ്ടാകുന്ന സന്തതി രാജാവായിരിക്കും. ഞാൻ ആജീവനാന്തം ബ്രഹ്മചാരിയായിരിക്കും. ആ ശപഥം കേട്ട് ഇവൻ ഭീഷ്മൻ തന്നെ എന്നുള്ള അശരീരി ആകാശത്ത് നിന്നുണ്ടായെന്നാണ് പറയണത്. ഭീഷ്മൻ സത്യവതിയെ തേരിൽ കയറ്റി കൊട്ടാരത്തിൽ അച്ഛൻ്റെ അരികിലെത്തിച്ചു. മകൻ്റെ ദുഷ്കരമായ കർമ്മത്തിൽ നന്ദിയോടും ആനന്ദത്തോടും അത്ഭുതത്തോടും വാത്സല്യത്തോടും കൂടി ശന്തനു മകനെ അനുഗ്രഹിച്ചു. മോനെ, നീ സ്വച്ഛന്ത മൃത്യു ആയിരിക്കും. ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മൃത്യു നിന്നെ ബാധിക്കില്ല. നിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ മൃത്യു സ്പർശിക്കുകയുള്ളൂ. ഇതാണ് അച്ഛൻ ശന്തനു
ഭീഷ്മർക്ക് ദേവവ്രതന് കൊടുത്ത വരം. വിധിപ്രകാരം തന്നെ ശന്തനു മഹാരാജാവ് ആ കന്യകയെ വേളി കഴിച്ചു. എന്നിട്ട് ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്ന 2 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി. വിചിത്രവീര്യന് യൗവനാകും മുമ്പ് ശന്തനു മഹാരാജാവ് മരിച്ചു. തുടർന്ന് ചിത്രാംഗത രാജാവായി. വീരനായ രാജാവിനെ നീണ്ട കാലത്തെ യുദ്ധത്തിൽ ചിത്രാംഗതൻ എന്ന തന്നെ പേരുള്ള ഒരു ഗന്ധർവൻ വധിച്ചു. അനന്തരം ബാലനായിട്ടുള്ള വിചിത്രവീര്യനെ ഭീഷ്മ രാജാവാക്കി. അദ്ദേഹം ബാലനായ രാജാവിനെ കാത്തു രക്ഷിച്ചു. അപ്പോൾ ഭീഷ്മരാണ് ഒരു മുതിർന്ന രക്ഷിതാവ് എന്നുള്ള നിലയിൽ വിചിത്രവീര്യനെ നോക്കിയിരുന്നതേ. വിചിത്രവീര്യൻ യുവാവായി തീർന്നപ്പോൾ അവൻ്റെ വിവാഹത്തിനെക്കുറിച്ച് ഭീഷ്മൻ ആലോചിച്ചു തുടങ്ങി. കാശി രാജാവിന് 3 പുത്രിമാരുണ്ട്. അവരുടെ സ്വയംവരം ഒരേ വേദിയിൽ വെച്ച് നടക്കുന്നു എന്ന് കേട്ട ഭീഷ്മരെ ഉടൻ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ട് ആ 3 കന്യകമാരെയും പിടിച്ച് തേരിൽ കയറ്റി. അവിടെ ഒരു യുദ്ധമൊക്കെ ഉണ്ട്. എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിന് അവിടെ സ്വയംവരമാണല്ലോ, അപ്പോൾ രാജാക്കന്മാർ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള വെല്ലുവിളിയൊക്കെ ഉണ്ട്. രോഷം കൊണ്ട രാജാക്കന്മാരുടനെ ആയുധേന്തി ഭീഷ്മരുടെ തേരി വളഞ്ഞു. അവരോടെല്ലാം ഏകനായി പോരാടി അവരെ പരാജയപ്പെടുത്തി കന്യകമാരെയും കൊണ്ട് ഭീഷ്മർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. അപ്പോൾ ഉഗ്രദർപ്പനായിട്ടുള്ള ശാല്വ രാജാവ് ഭീഷ്മരെ അദ്ദേഹത്തിൻ്റെ തേരിനെ പിന്തുടർന്നു. അവർ തമ്മിൽ ഉഗ്രമായിട്ടുള്ള പോരാട്ടം ഉണ്ടായി. പരാജയപ്പെട്ട ശാല്വൻ പിന്തിരിഞ്ഞു ഓടി. ഭീഷ്മരെ ഹസ്തിനപുരിയിലെത്തി കന്യകമാരെ വിചിത്രവീര്യന് ദാനം ചെയ്തു. അപ്പോൾ ഈ 3 കന്യകമാരിൽ മൂത്തവൾ അംബയാണ്. അംബ, അംബിക, അംബാലികയാണ് 3 പേരുടെയും പേര് യഥാക്രമം. മൂത്തവളായിട്ടുള്ള അംബ പറയണം, രാജാവേ, ഞാൻ ശാല്വ രാജാവിനെ മുമ്പ് തന്നെ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞവളാണ്. അദ്ദേഹം എന്നെയും. സ്വയംവരത്തിൽ വെച്ച് ഞാൻ ശാല്വ രാജാവിനെ വരിച്ചേനെ, ഭവാൻ ആലോചിച്ച് പ്രവർത്തിച്ചാലും. അപ്പോൾ ഭീഷ്മർ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിന്താമുഖനായി ഇനി എന്താ ചെയ്യുകയെന്നൊക്കെ ആലോചിച്ചു. വേദജ്ഞാനികളായിട്ട് ഭീഷ്മർ കൂടിയാലോചനയൊക്കെ നടത്തി അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുകയാണ്. കാശി രാജാവിൻ്റെ മൂത്ത മകളായ അംബയെ അവളുടെ ഇഷ്ടപ്രകാരം തിരികെ പോകാൻ അദ്ദേഹം സമ്മതിച്ചു. അംബിക, അംബാലിക എന്ന മറ്റു 2 പുത്രിമാരെ വിചിത്രവീര്യന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടമായിട്ടുള്ള 7 വർഷം വിചിത്രവീര്യൻ ദാമ്പത്യ ജീവിതം നയിച്ചു. അതിനുശേഷം അദ്ദേഹം ക്ഷയരോഗബാധിതനാവുകയാണ്. ചികിത്സകളൊന്നും ഫലിക്കാതെ അദ്ദേഹം മരണമടയുകയും ചെയ്തു. മകൻ്റെ മരണത്തിൽ സത്യവതി അതിയായി ദുഃഖിച്ചു. പിതൃവംശത്തിനെയും മാതൃവംശത്തിനെയും കുറിച്ച് ചിന്തിച്ച അവരുടെ ദുഃഖം അതിരുകളില്ലാത്തതായിരുന്നു. കാരണം തൻ്റെ കുട്ടികൾ രാജാവ് ആവണം എന്നൊക്കെ ഉള്ള സ്വാർത്ഥമോഹത്തിലാണ് സത്യവതിയുടെ അച്ഛൻ ഓരോ ശപഥമൊക്കെ ചെയ്യിപ്പിച്ചതല്ലേ ഭീഷ്മരെ കൊണ്ടൊക്കെ. പക്ഷേ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, ഭഗവാൻ ഓരോന്ന് നടത്തും. അങ്ങനെയല്ലേ ഇപ്പം ഉണ്ടായത്. അപ്പോൾ എന്താ, 2 മക്കളും മരിക്കുകയുണ്ടായത് സത്യവതിയുടെ. അവസാനം ഭീഷ്മരോട് പറയുകയാണ് അവർ, കുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നീ പുത്രകാംക്ഷികളായ വിചിത്രവീര്യ പത്നിമാരിൽ സന്താനോൽപാദനം നടത്തണം. എന്ന് വെച്ചാൽ നീ അവരെ വിവാഹം കഴിക്കുകയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നർത്ഥം. രാജഭരണം കയ്യേറ്റ് നീ ജനങ്ങളെ സംരക്ഷിക്കണം. രാജാവ് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതി വളരെ മോശമാണ്. അതും ഹസ്തിനപുരം പോലെയുള്ള ഒരു പ്രബലമായ രാജ്യം നശിച്ചു പോകാനും ശത്രുക്കൾ വന്ന് കീഴടക്കാനൊന്നും അധികം താമസമില്ല അല്ലേ. ഒരു രാജാവ്, ഒരു അരാജകത്വം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സത്യവതി പണ്ട് എന്താണോ ഭീഷ്മരിൽ നിന്ന് ആവശ്യപ്പെട്ടത് അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ രാജഭരണം കയ്യേറ്റ് നീ ജനങ്ങളെ സംരക്ഷിക്കണം, സന്താനലബ്ധിക്ക് വേണ്ടി നീ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പിതൃക്കൾ നരകത്തിൽ മുങ്ങിപ്പോകും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അമ്മേ, എൻ്റെ സത്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 3 ലോകവും മഹത്തായ ദേവലോകവും അതിലും വലുതായി വലുതും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. എന്നാലും ചെയ്ത സത്യം ഞാൻ കൈവിടില്ല, എനിക്കതിന് കഴിയില്ല. എന്നോട് ഇപ്പോൾ നിർദ്ദേശിച്ചത് ഒരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ്. അപ്പോൾ സത്യവതി, എനിക്ക് വേണ്ടി നീ ചെയ്ത സത്യം അന്നത്തെ ആ സന്ദർഭത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ആപത്തിൽ ധർമ്മം എന്തെന്നാണ് ചിന്തിക്കേണ്ടത്. കുലത്തിൽ സന്തതിയും ധർമ്മവും മുടിയരുത്. അതിന് വേണ്ട വിധം നീ പ്രവർത്തിക്കുക. അമ്മേ, സത്യഭംഗം ഒരിക്കലും ധർമ്മമാവില്ല. ആചാര്യന്മാരുമായി നല്ലപോലെ ആലോചിച്ച് സനാതനമായ
ക്ഷാത്രധർമ്മം, ക്ഷത്രിയരുടെ ധർമ്മം എന്തെന്ന് ഞാൻ ഉടനെ അറിയിക്കാം. പിന്നീട് ഭീഷ്മർ സത്യവതിയോട് നിർദ്ദേശിച്ചത് എന്താ? ഗുണവാനായ ഒരു ബ്രാഹ്മണനെ ധർമ്മത്തോടുകൂടി വിചിത്രവീര ക്ഷേത്രത്തിൽ സന്താനോൽപത്തിക്ക് വേണ്ടി വരിക്കുന്നതാണ് ഭാരതകുലത്തിന് സന്താനം ഉണ്ടാകാനുള്ള മാർഗം. ഭീഷ്മർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ തൻ്റെ പൂർവ്വകാലത്തിൽ പരാശര മഹർഷിയിൽ നിന്നും തനിക്ക് വേദവ്യാസൻ ജനിച്ച കാര്യം സത്യവതി ഓർമ്മിച്ചു. അവർ തൻ്റെ ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഭീഷ്മരോട് വിസ്തരിച്ചു. നാം രണ്ടുപേരും കൂടി പറഞ്ഞാൽ ആ മുനീശ്വരൻ സമ്മതിക്കും എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ സത്യവതി പറഞ്ഞതിനോട് അനുകൂലിച്ചു. അപ്പോൾ സത്യവതി കൃഷ്ണദ്വൈപായനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു. മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ വരും എന്നാണല്ലോ പറഞ്ഞിരിക്കണേ. അദ്ദേഹം അവിടെ വന്നെത്തി. അമ്മ മകനെ ആലിംഗനം ചെയ്തു. അമ്മയെ കാൽ കഴുകി തൊഴുത ശേഷം മഹർഷി ആരായാണ്, എന്തിനാണ് എന്നെ സ്മരിച്ചത് അമ്മേ? എന്താ വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഞാനത് നിറവേറ്റാം. അപ്പോൾ സത്യവതി വിവരമെല്ലാം വിസ്തരിച്ച് തന്നെ അറിയിച്ചു. അപ്പോൾ അമ്മയുടെ അഭീഷ്ടം നിറവേറ്റാമെന്ന് വേദവ്യാസൻ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, അവർ ആത്മശുദ്ധിക്ക് വേണ്ടി ഒരാണ്ട് വ്രതം എടുക്കട്ടെ. വ്രതശുദ്ധിയായ സ്ത്രീക്ക് എന്നെ സമീപിക്കാനാവും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ വ്യാസൻ, സത്യവതിയുടെ പുത്രനായിട്ടുള്ള മൂത്ത പുത്രനായിട്ടുള്ള വേദവ്യാസ ഭഗവാൻ ബ്രഹ്മചാരിയാണ്. പക്ഷേ ബ്രഹ്മചാരിയോടാണ് ഇപ്പോൾ ഒരു കാര്യം അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ? 2 സ്ത്രീകളിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ബ്രഹ്മചാരി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ള സംശയം തോന്നും അല്ലേ? ധർമ്മത്തിന് വേണ്ടി ഒന്നിലും ആസക്തിയില്ലാതെ, ആത്മാവിനെയോ മനസ്സിനെയോ സ്പർശിക്കാതെ, അതിൽ കറ പുരളാതെയാണ് ഈ വേദവ്യാസൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ രക്ഷാധികാരി എന്ത് ചെയ്യണമായിരുന്നോ അത് ഒരു ശപഥത്തിൻ്റെ പേരിൽ ഭീഷ്മർ അവിടെ ചെയ്യാതിരിക്കും കൂടിയാണ് ചെയ്തത്. അപ്പം ഇത് ഒരു കോൺട്രാസ്റ്റാണ്. ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ധർമ്മം ആചരിക്കുന്നത് വേദവ്യാസനാണ്. ഒരു രാജ്യം ഒരു വാക്കിനേക്കാൾ, ഒരു ശപഥത്തേക്കാൾ എത്രയോ വലുതാണ് ഒരു മഹാരാജ്യത്തിലെ പ്രജകൾ, അവരുടെ സുരക്ഷ, രാജ്യത്തിൻ്റെ അധികാരം. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, സ്ത്രീകൾ 2 പേരും എന്ത് ചെയ്യണം? വ്രതശുദ്ധിയായിട്ട് മാത്രം എൻ്റെ അടുത്ത് സമീപിച്ചാൽ മതി. അപ്പോൾ മാത്രമേ പ്രബലരായ പുത്രന്മാർ ഉണ്ടാവൂ എന്ന് പറയണം. പക്ഷേ മകനെ, അതിനർത്ഥം കാലതാമസം എന്നല്ലേ? കാലതാമസമില്ലാതെ തന്നെ അവർക്ക് ഗർഭമുണ്ടാകണമെന്നുണ്ട് എനിക്ക്. അപ്പം വ്യാസൻ പറയും, എങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ പൊറുക്കേണ്ടി വരും. ധർമ്മത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ സത്യവതി സ്നുഷകൾക്ക്, മക്കളുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി അവരെ മഹർഷിയായിട്ടുള്ള സംഗമത്തിന് സമ്മതിപ്പിച്ചു. ഋതുസ്നാനം കഴിഞ്ഞ് ശുദ്ധയായ വധുവിനോട് അവളുടെ ഭർത്തൃ സഹോദരൻ അവളോട് ചേരാനെത്തുമെന്നും അദ്ദേഹത്തെ കാത്തിരിക്കണമെന്നും സത്യവതി പറഞ്ഞു. ജടാധാരിയായ ഒരു വികൃത രൂപം വന്നെത്തിയപ്പോൾ ആ വൈരൂപ്യം പൊറുക്കാൻ കഴിയാതെ അംബിക എന്താ ചെയ്തത്? കണ്ണിറുക്കി അടച്ചു. അമ്മയുടെ ആജ്ഞ അദ്ദേഹം നിറവേറ്റിയെങ്കിലും അംബിക കണ്ണടച്ച് തന്നെ കിടന്നു. മഹർഷി പുറത്തു വന്നപ്പോൾ ഗുണവാനായ പുത്രൻ ജനിക്കുമോ എന്ന് ചോദിക്കുകയാണ് സത്യവതി വളരെ ആകാംക്ഷയോടെ. അപ്പോൾ എന്താ പറയണത്? 10,000 ആനകളുടെ ശക്തിയുള്ളവനും മഹാവീരനും മഹാഭാഗനും 100 പുത്രന്മാരുടെ പിതാവാകുകയും ചെയ്യുന്ന ഒരു പുത്രൻ ജനിക്കും. പക്ഷേ അവൻ്റെ അമ്മയുടെ പ്രവൃത്തിയാൽ അവൻ ജന്മനാ അന്ധനായിരിക്കും. അന്ധനായ ഒരു രാജാവിനെ കൊണ്ട് കുരുക്കൾക്ക്, അതായത് അവരുടെ വംശത്തിന് എന്താ കാര്യം? അതുകൊണ്ട് 2ാമത്തെ പുത്രനെ നീ തരണം, 2ാമതൊരു പുത്രനെ കൂടി തരണം എന്ന് പറയുകയാണ്. അമ്മ പറഞ്ഞത് സമ്മതിച്ചിട്ട് മഹർഷി പോയി. എന്നിട്ടോ കാലമായപ്പോൾ അംബിക അന്ധനായിട്ടുള്ള ഒരു കുമാരനെ പ്രസവിച്ചു. അടുത്തതായിട്ട് അംബാലികയെയും സത്യവതി ശട്ടം കെട്ടി അവൾ ശയനമുറിയിൽ വ്യാസമുനിയെ പ്രതീക്ഷിച്ച് കിടന്നു. ഋഷിയുടെ രൂപം കണ്ട മാത്രയിൽ ആകെ അങ്ങോട്ട് വിവർണയായി, വിളറി വെളുത്തു, പാണ്ഡുരയായി. എന്താണ് ഈ വികൃത രൂപം സഹിക്കാൻ വയ്യാതെ
വ്യാസൻ അവളെ പുൽകി തൻ്റെ വൈരൂപ്യം കണ്ട് പാണ്ഡൂരവർണ്ണയായി തീർന്ന കാരണം അവൾക്കുണ്ടാവുന്ന പുത്രൻ പാണ്ഡു ആയിരിക്കുമെന്ന് മഹർഷി പറഞ്ഞു. സത്യവതിക്ക് വിഷമായി. അംബികയെ വീണ്ടും മുനിയുടെ അരികിലേക്ക് പറഞ്ഞയക്കാൻ സത്യവതി തീർച്ചയാക്കി. അവരെ അതിന് ഏൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ അനുഭവം വെച്ചുകൊണ്ട് വീണ്ടും അതിന് അവൾ തയ്യാറല്ലായിരുന്നു. എന്നാൽ അമ്മ റാണിയുടെ കൽപ്പന ധിക്കരിക്കാനും വയ്യ. അപ്പോൾ എന്താ ചെയ്തത്? അവളൊരു ഉപായം കണ്ടുപിടിച്ചത് എന്താ അറിയോ? തൻ്റെ ഭൂഷണങ്ങളെല്ലാം അണിയിച്ച് തനിക്ക് പകരം ദാസിയെ മുനിയുടെ അരികിലേക്ക് അംബിക പറഞ്ഞു വിടുകയുണ്ടായി. ആ ദാസി മുനിയെ എതിരേറ്റു ഗാഢമായി പുണർന്ന അദ്ദേഹത്തിനെ സംതൃപ്തനാക്കി. വളരെ ബഹുമാനപൂർവ്വമാണ് വേദവ്യാസനുമായി ആ ദാസി ഇടപെട്ടത്. അവളുടെ ഗർഭത്തിലുള്ള പുത്രൻ ഏറ്റവും ധർമാത്മാവും ബുദ്ധിമാനും ആയിരിക്കുമെന്ന് മഹർഷി പറഞ്ഞു. മഹാനായ വിതുരൻ അങ്ങനെയാണ് ജന്മം കൊണ്ടത്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്താൽ ധർമ്മദേവനാണ് വിതുരനായി ജന്മം കൊണ്ടത്. അങ്ങനെ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ എന്നിവരുടെ രാജ്യത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി. ഭീഷ്മൻ അവരെ പുത്രരെന്ന പോലെ പരിലാളിച്ചു. ധൃതരാഷ്ട്രർ അന്ധനായതിനെ കൊണ്ട് ഒരു നിയമമാണത്, അന്ധനായ ആൾക്ക് രാജാധികാരം കിട്ടില്ല. അതുകൊണ്ട് പാണ്ഡുവാണ് രാജാവായത്. ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.